യോഗാധ്യക്ഷനും ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ഏഷ്യാന പ്രസിഡന്റുമായ ജോസ് എബ്രഹാം, കൺവെൻഷൻ ചെയർമാൻ മിസ്റ്റർ ജോസഫ്, ഈ വേദിയിലായിരിക്കുന്ന KCC പ്രസിഡന്റ് ശ്രീ ബാബു KCC ഓഫീസ് ലീഡേഴ്സായ മിസ്റ്റർ ജോസഫ് ചാക്കോ, മിസ്റ്റർ ജിജോ തോമസ്, മിസ്റ്റർ ജോൺ ജോസ്, മിസ്റ്റർ ടോമി തോമസ്, ജിജോ ജോസഫ്, ഷിബു ജോർജ്, KCW പ്രസിഡന്റ് സെലിൻ ജോസ്, KCYL സെക്രട്ടറി ലീന ലൂക്കോസ്, ബഹുമാനപ്പെട്ട രാഘവച്ച, പ്രിൻസച്ച, ബാലീഷച്ച, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, സ്നേഹം നിറഞ്ഞ ജ്ഞാനായ യുവജനങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. സർവോച്ച വിവാഹ നിഷ്ഠ പാലിച്ചുകൊണ്ടിരുന്ന തെക്കുഭാഗ ജനതയ്ക്കു വേണ്ടി സ്ഥാപിതമായ വികാരിയത്ത്, അത് രൂപതയും അതിരൂപതയുമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയയിൽ ജ്ഞാനായ മിഷനും ഷിക്കാഗോയിലും കാനഡയിലും UK-യിലുമൊക്കെ ജ്ഞാനായ മിഷനുകൾ സ്ഥാപിച്ച് ഇന്ന് വളരെ സജീവമായി, അതേപോലെ തന്നെ ജ്ഞാനായ മിഷൻ സ്ഥാപിതമാകുന്നതിന് മുൻപ് ജ്ഞാനായ അസോസിയേഷനുകളിലൂടെ നമ്മുടെ കൂട്ടായ്മ വളരെ ശക്തമായി അന്നും ഇന്നും ഒരത്ഭുതം പോലെ തുടർന്നു കൊണ്ടുപോവുകയാണ്. നിങ്ങളെന്നെ വിശേഷിപ്പിച്ചത് ഒരു അതിഥിയായിട്ടാണ്, മറിച്ച് ഞാനതിനോട് പ്രതികരിക്കുന്നത് ഞാനൊരു അതിഥിയല്ല, ഞാനൊരു വീട്ടുകാരനാണ്. അപ്പോൾ ആ ഒരു വീട്ടുകാരൻ എന്ന നിലയിലാണ് ഇന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അതിരൂപത നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് പരാമർശിക്കണമെന്ന് ബന്ധപ്പെട്ട സംഘാടകർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അതുതന്നെ ഞാൻ ആദ്യം നിർവഹിച്ചിട്ട് പൊതുവായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അല്പസമയം നീണ്ടുപോയാൽ നിങ്ങളെന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കൺവെൻഷന്റെ വിജയം ചരിത്രത്തിൽ ആദ്യമായി 1600ഓളം പേർ ഈ സിഡ്നിയിൽ വെച്ച് നടക്കുന്ന പൈതൃകം 2026 ശ്രീ ജോസ് എബ്രഹാമിൻ്റെയും ബേബി ജോസഫിൻ്റെയും ഇതിനു വേണ്ടി നിങ്ങൾ സംഘടിപ്പിച്ച വിവിധ കമ്മിറ്റികളിലൂടെ, യൂണിറ്റുകളിലൂടെ എത്രയോ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് മനോഹരമായ ജ്ഞാനായ പങ്കാളിത്തം കൂടുതലുള്ള ഈ കൺവെൻഷനുകൾ തിരിതെളിയുന്നത്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അഭിയന്ന മൂലക്കാട്ട് പിതാവിൻ്റെ സ്നേഹപൂർവമായ അന്വേഷണം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഒപ്പം ഈ വർഗീസ്മാർ പിതാവിൻ്റെയും ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ മാർച്ച് മാസം 23-ാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ പരീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് ദോഷകരമാകുന്ന ഒരു വിധി നമുക്ക് ലഭിക്കുകയുണ്ടായ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതും ആശങ്ക പറ്റുന്നതുമാണ്. അത് കാരണം നിങ്ങൾക്ക് വേണ്ടി, ഈ ജനതയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ സഭാപരമായി വിളിക്കപ്പെട്ടവരാണ്.
ഞങ്ങൾക്കതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതിന് വേദനയുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർ അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി ലോകത്തിന് നാനാഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവർ ഈ വേദനയിൽ പങ്കുചേരുകയാണ്. നമ്മുടെ സമർപ്പിതരും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ള ജ്ഞാനായ മക്കളെ, നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ആരുടെയെങ്കിലും വേദനയായി മാറ്റി നിർത്താവുന്നതല്ലല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സമുദായത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടതാണ്. ഇതിൻ്റെ പൈതൃകം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് സഭയിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് ഈ വേദനയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ട. ഈ വേദന നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം, ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, ഒരുമിച്ച് ഇതിനെ നേരിടാം. അതിന് മനുഷ്യസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ദൈവത്തിൻ്റെ സഹായം നമുക്ക് തേടാം. അപ്പോൾ ഈ വിധിയുടെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് 1980കളിൽ തുടങ്ങിയ ബിജു ഉതുപ്പ് കേസാണ്. അത് എത്രയോ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 1980, ഇനി 2026. ആ കേസ് മറ്റു സമുദായത്തിൽപ്പെടുന്ന ആളുകളെ കൂടി തിരിച്ചെടുക്കണമെന്നുള്ള കോടതിയിലേക്കുള്ള നിയമ വ്യവഹാരങ്ങളായിരുന്നു. അതിനുള്ള മുനിസിപ്പൽ കോടതിയിലുള്ള വിധി 1989 ആ വിധിയിലും തുടർന്ന് അതിനുശേഷമുള്ള അപ്പീൽ ഡിസ്ട്രിക്ട് കോടതിയിൽ, ഹൈക്കോടതിയിൽ, ആ ഹൈക്കോടതിയിൽ നിന്നും നമുക്കെതിരായിട്ടുള്ള വിധി ലഭിച്ചപ്പോൾ, അതായത് മെമ്പർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വിധി ലഭിച്ചപ്പോൾ സുപ്രീം കോടതി വരെ നമുക്ക് പോകേണ്ടി വന്നു. ആ സുപ്രീം കോടതിയിലെ അന്നത്തെ സീനിയർ അഭിഭാഷകനും പ്രഗത്ഭനുമായ ശ്രീ അഡ്വക്കേറ്റ് നരിമാൻ്റെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ടെക്നിക്കൽ റീസൺ കോടതി മുന്നിൽ അവതരിപ്പിച്ച് അത് ഹൈക്കോടതിയിലേക്ക് വീണ്ടും വിസ്താരത്തിനായിട്ട് മടക്കുകയാണ് ചെയ്തത്. അതാണ് ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഹൈക്കോടതി വരെ, സുപ്രീം കോടതി വരെ എത്തിയ ഒരു കോടതി വിധി എന്ന് പറയുന്നത്. അത് മുനിസിപ്പൽ കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പോൾ ലഭിച്ച വിധി ജ്ഞാനായ നവീകരണ സമിതി കൊടുത്ത കേസിൻ്റെ വിധിയാണ്. ആ വിധിയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ശ്രീ ബിജു ഉതുപ്പ് കേസിൽ കോടതി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഒരു വിധി, ഈ ഒരു കോടതി വ്യവഹാരം ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിട്ടുള്ള കോടതി വിധി ആരംഭിക്കുന്നത് 1980കളിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ഹൈക്കോടതിയിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇന്ന് നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും അന്നും നമ്മൾ നൽകിയിട്ടുണ്ട്, ഇന്നും നമ്മൾ നൽകിയിട്ടുണ്ട്. ഇത് എൻഡോഗമി പാലിക്കുന്ന, സഭ പാലിക്കുന്ന ഒരു സമൂഹമാണെന്ന്, അത് നമ്മുടെ വികാരിയത്ത് സ്ഥാപിതമാകുന്ന സന്ദർഭത്തിൽ തന്നെ അത് അപേക്ഷയായിട്ട് റോമിൽ നൽകിയിട്ടുള്ളതാണ്. ഇതൊരു പ്രത്യേക വിഭാഗമാണ്. അവർക്ക് വേണ്ടി സ്ഥാപിതമാകണം ഒരു രൂപത, അത് നല്ലതാണ്. അതോടൊപ്പം തന്നെ തെക്കും ഭാഗരും വടക്കും ഭാഗരുമായിട്ടുള്ള ആ ഒരു അഭിപ്രായ ഭിന്നത ഒഴിവാക്കപ്പെടണം. അന്നത്തെ 3 പിതാക്കന്മാർ ഏകകണ്ഠമായി സഭയോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് 1911 വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ തെക്കും ഭാഗർക്ക് മാത്രമായിട്ട് ഒരു വികാരിയത്ത് നൽകിയത്. ആ വികാരിയത്ത് നൽകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അത് മറ്റൊരു രൂപതയായിട്ട് നിലനിന്നാൽ മതിയല്ലോ എന്ന്. പക്ഷേ എന്തുകൊണ്ട് തെക്കുംഭാഗ വിഭാഗത്തിന് വേണ്ടി മാത്രമായി ഒരു രൂപത സഭയിൽ നിന്നും അനുവദിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓർക്കണം. നമ്മൾ കൊടുത്ത അപേക്ഷ ഇതൊരു പ്രത്യേക വിഭാഗമായിട്ട് നിൽക്കുന്നു, ഇത് എൻഡോഗമി പാലിക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ള അപേക്ഷ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സഭയിൽ നിന്ന് മാർപ്പാപ്പ നമുക്ക് ഈ ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു വികാരിയത്വം നമുക്ക് നൽകിയത്. അതിൻ്റെ രേഖകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ റോമിൽ നിന്നും അനുവാദം ലഭിക്കുമ്പോൾ പേപ്പൽ ബുള്ള് ഈ രൂപത ഓരോ രൂപതയും സ്ഥാപിതമാകുമ്പോൾ മാർപ്പാപ്പായിൽ നിന്ന് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖയാണ്. അതിൽ മാർപ്പാപ്പ ഈ തെക്കുംഭാഗ വിഭാഗത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, അന്ന് മാക്കിൽ പിതാവ് ഈ തെക്കുംഭാഗ വിഭാഗത്തിന് വേണ്ടി ഈ ഒരു വികാരിയത്ത് സ്ഥാപിതയ്ക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അന്ന് കൊടുത്തിരിക്കുന്ന കാര്യം പ്രധാനമായിട്ടും ഇത് മറ്റുള്ള സമുദായങ്ങളുമായി വിവാഹത്തിൻ്റെ കെട്ടുപാടുകളില്ലാത്ത ഒരു സമൂഹമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആർക്കും പ്രശ്നമില്ല, ആരും പോകുന്ന വിഷയമില്ല. അപ്പോൾ സഭയ്ക്ക് എന്താണ് പ്രശ്നം? സമുദായം എൻഡോഗമി പാലിക്കുന്നത് കൊണ്ട്, ആരും പുറത്തു പോകുന്നത് കൊണ്ട്, ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവും ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ റോം അത് അനുവദിച്ചു തന്നു. എന്നാൽ 1960 മുതൽ ആ കാലഘട്ടത്തിനോടടുത്ത് നമ്മൾ പറഞ്ഞു, ഇതൊരിക്കലും മറ്റുള്ളവരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുത്താത്ത, കെട്ടുപാടുകളില്ലാത്ത ഒരു സമൂഹമാണെന്ന് പറഞ്ഞത് നമ്മൾ തന്നെ അതിനല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ടാവുന്നു. വിവാഹം പുറത്തുനിന്ന്, ഈ സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം നടത്തുന്ന രീതികളൊക്കെ വരുന്നു. അപ്പോൾ മറ്റൊരു രൂപതയിൽ ഒരു അജപാലനപരമായിട്ടുള്ള സമീപനം നമ്മൾ നടത്തേണ്ടി വന്നു, ക്രമീകരണങ്ങൾ നടത്തേണ്ടി വരുന്നു. അവരിൽ നിന്ന് ഒരു കത്തുകൾ നമ്മൾ വാങ്ങുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാസ്റ്ററൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ മറ്റൊരു രൂപതയുടെ ഭാഗമാക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടുവന്നിരുന്ന രീതി. ഇപ്പോൾ നമ്മളിപ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പുറത്താക്കണം, എൻഡോഗമി. നമ്മളൊരു കത്ത് തരുന്നുണ്ട്, അത് നിർബന്ധിച്ചല്ല നമ്മൾ കത്ത് തരുന്നത്, വാങ്ങുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കോടതി കാണുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡയറക്റ്റായി ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ, ഒരു പുറത്താക്കൽ, അത് നടക്കുന്നുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് കോടതിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള നിരീക്ഷണം. അതെല്ലാം വിജുവൊതുപ്പ് കേസിൽ, മറ്റീ പറയുന്ന നവീകരണ കേസിൽ ഇത് നിങ്ങൾ പുറത്താക്കുന്ന, സഭയിൽ അനുവദിക്കുന്ന കാര്യമല്ല, സഭയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് പേപ്പൽ ബുള്ളിൽ ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നതും നമ്മൾ അതിനു മുൻപ് കൊടുത്ത രേഖകൾ കോടതിയുടെ അറിവിനായിട്ട് പരിശോധിക്കാനായിട്ട് നൽകിയതും. അതൊക്കെ അതിനുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിരീക്ഷണങ്ങൾ കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനുള്ള രേഖകൾ കൊടുത്തിട്ടുണ്ട്. ജ്ഞാനായ സമുദായത്തിൻ്റെ ഈ കോടതിയിൽ, ജില്ലാ കോടതിയിൽ ഉണ്ടായിരുന്നതാണ് ഒരു പ്രത്യേക റിലീജിയസ് ഡിനോമിനേഷനായിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആ സ്പെഷ്യൽ പ്രിവിലേജ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നത് അത് ഒഴിവാക്കി, പുറത്താക്കുന്നുവെന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു പുറത്താക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. സാമൂഹിക വ്യവസ്ഥിതി, വ്യക്തി സ്വാതന്ത്ര്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സഭയുടെ നിയമങ്ങൾ, ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ. ഒരാൾ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അവസാനമുണ്ടായിരുന്ന കോടതി വിധിയിലും ഒട്ടോടിയുമായിട്ട് ഇടവകയിലെ ഒരു ബന്ധപ്പെട്ട വ്യക്തി പോകുന്ന അവസരത്തിൽ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പോൾ നമ്മളെടുത്ത നിലപാടെന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ വെച്ച് വിവാഹം ആശീർവദിക്കുകയില്ല, നൽകുകയില്ല എന്ന നിലപാട്, സമുദായത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു നിലപാടെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ, ജ്ഞാനായ സമുദായത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കോടതി അതൊന്നും കാണുന്നില്ല. ജ്ഞാനായ യാക്കോബക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് പോലും കോടതി വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് നടത്തിയത്. കോടതി പറഞ്ഞത് നിങ്ങൾക്ക് അവരെ എടുക്കാമെങ്കിൽ, മറ്റുള്ളവരെ എടുക്കാമെങ്കിൽ, എന്തുകൊണ്ട് ഇവരെ എടുത്തുകൂടാ എന്നുള്ളതാണ്. നമ്മൾ കൊടുത്തത് അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞത് ജ്ഞാനായ യാക്കോബായ വിഭാഗം അവർ എൻഡോഗമി പാലിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് അവരുമായി വിവാഹബന്ധം നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയില്ല. ഇതാണ് നമ്മൾ കൊടുത്തതെങ്കിലും കോടതി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. എല്ലാ സഭകളും ഒന്നാണ്, അങ്ങനെയുള്ള എല്ലാ സഭകളും ഒന്നാണ് എന്നുള്ള ഒരു കാര്യം, ഇത് റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഈ വ്യക്തി സ്വാതന്ത്ര്യം പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള നിലപാടുകളെടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ കോടതി വിധി ഉണ്ടായത്. നിങ്ങൾ കേൾക്കുന്നത് പോലെ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് ദയവായിട്ട് പറയരുത്. കാരണം വിജുവുത്തുപ്പ് കേസിലും തുടർന്ന് വന്ന നവീകരണ സമിതി കേസിലുമെല്ലാം ബന്ധപ്പെട്ട നമുക്ക് അവൈലബിളായിട്ടുള്ള
കോട്ടയം രൂപതയിൽ സഭയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ രേഖകളും നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാവൻകൂർ, മാൻഡ്യുവൽ ഉൾപ്പെടെയുള്ള ചരിത്ര രേഖകളും ദണ്ഡോഗമി പാലിക്കുന്ന ഒരു സമൂഹമാണ്. ഈ കോടതിയിൽ പ്ലീ കൊടുത്ത ആളുകൾ, നവീകരണ സഭയിലെ ആളുകളും ബിജു ഉതുപ്പിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ അവരുടെ നിലപാടെന്ന് പറയുന്നത് എൻഡോഗമി സമുദായത്തിൽ പാലിക്കുന്നതിന് അവർക്കാർക്കും ഒരാക്ഷേപവും ഒരു കോടതിയോട് പറഞ്ഞിട്ടില്ല, കോടതിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സമൂഹവും കോടതിയോ വ്യവഹാരങ്ങളിലോ സമുദായം എൻഡോഗമി പാലിക്കുന്നതിനും സഭയോ ഒന്നും എതിര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാറിപ്പോകുന്നതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? അതിനെ ഒരു നിർബന്ധമായി കോടതി കരുതുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം, മറ്റൊന്നുമല്ല. അത് സമർത്ഥിക്കാനായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ശബരിമല കേസ് നടക്കുകയാണ്. അങ്ങനെയുള്ള കേസുകൾ റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ കോടതി പലപ്പോഴും അതിനകത്തും തീരുമാനങ്ങൾ പറയുന്നു. പക്ഷെ ഒരു പൊതുതത്വം എന്ന നിലയിൽ ഇങ്ങനെയുള്ള മതപരമായ കാര്യങ്ങളിൽ കോടതിയല്ല, മറിച്ച് സഭയാണ്, മതമാണ് തീരുമാനമെടുക്കേണ്ടത്. ആ മതത്തിൻ്റെ ലോജിക്ക്, ആ മതത്തിൻ്റെ വിശ്വാസം, അത് കോടതിക്കപ്പുറത്ത് ആ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മതം കണ്ടെത്തേണ്ട ഉത്തരങ്ങളാണ്, മതത്തിലാണ് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധി, അതുപോലെയുള്ള വിധികളുമൊക്കെ അതിൻ്റെ വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം ഹൈക്കോടതി വിധിയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഈ അടുത്ത ദിവസങ്ങളിൽ വിധി വന്നതിന് ശേഷം ഞങ്ങൾ എത്രയോ മൂലക്കാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ വക്കീലന്മാർ, അഭിഭാഷകരുമായിട്ട് കോട്ടയം അതിരൂപതയുടെ മാത്രമല്ല മറ്റു വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകരോട് നമ്മൾ സംസാരിച്ചു. നമ്മുടെ കേസ് ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി വാദിച്ച കൃഷ്ണ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർ കൗൺസിൽ, പ്രസ്ബിറ്റർ കൗൺസിൽ, വൈദികരുടെ സമിതികളുടെ സംയുക്തമായ മീറ്റിങ്ങുകൾ നേടിയിരുന്നു. ഗ്ലോബലായിട്ട് KCCO പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ACCNA പ്രസിഡന്റ്, മിഡിൽ ഈസ്റ്റ് ചെയർമാൻ, UKKC പ്രസിഡന്റ് മുതലായവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഓൺലൈനിൽ. അതുപോലെ തന്നെ വൈദികരുടെ 2 മീറ്റിങ്ങുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു, സിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് സംഘടിപ്പിച്ചു. KCC, KCWA, KCVLൻ്റെ എക്സിക്യൂട്ടീവ് സംയുക്തമായിട്ട് എൻ്റെ അധ്യക്ഷതയിൽ ചൈതന്യയിൽ വെച്ച് നടത്തി. അതുപോലെ തന്നെ ലീഗൽ സെല്ലിൻ്റെ എക്സ്റ്റൻഡഡ് മീറ്റിങ്ങുകൾ നമ്മൾ നടത്തി. നമുക്ക് അതേ തുടർന്ന് വൈദികരുടെ മീറ്റിങ്ങിലും മറ്റു മീറ്റിങ്ങുകളിലും ലഭിച്ച ചോദ്യങ്ങളൊക്കെ ആളുകളുടെ അറിവിലേക്കായിട്ട് നൽകാനായിട്ടുള്ള നോട്ടുകൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. KCC താമസിയാതെ ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോ, വിഷ്വലായിട്ട് അതിൻ്റെ സംശയങ്ങൾ ഉൾപ്പെടെയുള്ളത് നൽകാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ, വ്യക്തമായിട്ടുള്ള മറുപടികൾ അധികം താമസിയാതെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യുന്നത്. ഇനിയുള്ളത് സുപ്രീം കോടതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളാരും ഉടനെ തന്നെ നിരാശയിൽ എല്ലാം തീർന്നു പോകുന്നു എന്ന് വിചാരിക്കരുത്. ഏറ്റവും പരമോന്നത കോടതി, നമ്മുടെ ഈ കേസ് ജില്ലാ കോടതിയിൽ വെച്ച് ഒരിക്കലും അവസാനിക്കില്ല. ആര് തോൽക്കുന്നോ അവർ സുപ്രീം കോടതി വരെ പോകും. ഇതാണ് ഈ കേസിൻ്റെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം. ആര് തോറ്റാലും അവർ സുപ്രീം കോടതിയിൽ വരെ പോകും. അപ്പോൾ സുപ്രീം കോടതിയിൽ എത്തുമ്പോഴേ ഉള്ളൂ ഇതിന് നൈയാംബികമായിട്ടുള്ള അവിടുത്തെ തീരുമാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കവയത്ത് സുപ്രീം കോടതിയിൽ, അതായത് മറ്റുള്ളവർ കൂടുതൽ പേര് കക്ഷി ചേർന്ന് നമ്മൾ അറിയാതെ പോകുന്ന സ്ഥിതി ഒഴിവാക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള ആദ്യത്തെ നടപടികൾ നമ്മൾ എടുത്തു. അതുപോലെ തന്നെ SLP സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിക്ക് നൽകുമ്പോൾ അതിനുള്ള ഇന്ത്യയിലെ സുപ്രീം കോടതിയിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരുടെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് പോവുകയാണ്. 90 ദിവസത്തിനുള്ളിലാണ് നമ്മൾ SLP ഫയൽ ചെയ്യേണ്ടത്. സമയമായിട്ടില്ല. അപ്പോൾ അവരുടെ ലിസ്റ്റ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ അഭിഭാഷകരോടും, ചിലരോട് നമ്മൾ വ്യക്തിപരമായി, ചിലരോട് കൂട്ടായിട്ട് നമ്മൾ സംസാരിച്ച് ആ ലിസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുടെ സേവനം സുപ്രീം കോടതിയിൽ, അങ്ങനെയാണ് ബിജു ഉതുപ്പിൻ്റെ കേസ് അഡ്വക്കേറ്റ് നരിമാനിലൂടെ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചത്. അങ്ങനെ SLP അവിടെ ഫയൽ ചെയ്യും. അഡ്വക്കേറ്റ് റെക്കോർഡ് നമ്മളുള്ള വക്കീലന്മാരെ നമ്മൾ തേടും.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് സമയബന്ധിതമായി നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരിക്കലും ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇനി ആരാണ്, ഉടനെ എല്ലാവരും ഇതൊരു കോടതി വിധിയാണ്, അതുകൊണ്ട് എല്ലാവരും രൂപതയിലേക്ക് തിരിച്ചു കയറും, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അത് കോടതിയിൽ തന്നെ നമ്മുടെ വക്കീല് പറഞ്ഞതാണ്. ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ ഇത് സഭയിൽ വലിയ കെയോസ് ഉണ്ടാക്കും. നാനായ സമുദായത്തിനോ കോട്ടയം അതിരൂപതയിലോ മാത്രമല്ല ഇത് പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. ഇത് സീറോ മലബാർ സഭയിലും ലത്തീൻ സമുദായത്തിൽപ്പെടുന്ന ആളുകളിലും എല്ലാം വലിയ കയോസ്, കൂടുതൽ ആളുകൾ വരും, വലിയ ബുദ്ധിമുട്ടുകൾ സഭയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓൾറെഡി കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. നമ്മുടെ ഈ ആലോചനകൾ, ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ്? അപ്പം നമ്മൾ മുന്നോട്ട് പോകും. സുപ്രീം കോടതിയിൽ ഈ കേസ് നമുക്ക് ജയിക്കണം, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യന് സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ദൈവത്തിൻ്റെ നമ്മൾ തീർച്ചയായിട്ടും വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യം ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ്. നിങ്ങൾ ഓർക്കുക, എല്ലാ ഭാഗത്തു നിന്നും ഈ രാജ്യത്തെ ആക്രമിക്കാനും യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യാനും ചരിത്രത്തിൽ എന്നും വലിയ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജനത ഒറ്റക്കെട്ടായി ഇന്നും അതിനെയെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ അവസരത്തിൽ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം. അഭിയന്യ മൂലക്കാട്ട് പിതാവിനോട് ചേർന്ന് 20 വർഷക്കാലം ഞാൻ അഭിമന്യ പിതാവിനോട് ചേർന്ന് സഹായമെത്രാനായി പ്രവർത്തിക്കുന്ന ആളാണ്. സഭയുടെ കാര്യങ്ങൾ, സീറോ മലബാർ സഭയുടെ വത്തിക്കാനിൽ പിതാവ് നടത്തിയ പരിശ്രമങ്ങൾ എനിക്കറിയാം. നിങ്ങളെക്കാളൊക്കെ അത് വളരെ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല പിതാവ് ഒരു കാര്യത്തിലും നമ്മുടെ കാര്യത്തിൽ ഇടപെടാതിരുന്ന്, മറിച്ച് നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക്, പുരോഗതിക്ക്, അതിൻ്റെ എക്സ്റ്റൻഷന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നാളിതുവരെയും അഭിയന്യ മൂലക്കാട്ട് പിതാവ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ ബോധ്യത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ, നിരാശപ്പെടാതെ നമുക്ക് പോകേണ്ട സാഹചര്യത്തിലൂടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം, ഒരുമിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. കൊറോണ കാലം നമ്മൾ അതിനെ അതിജീവിച്ചില്ലേ? 345 കാലം എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിരുന്നു. ഈ രാജ്യത്തെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. കൊടുങ്ങല്ലൂരിലേക്ക് ജ്ഞായിത്വമായി മുറഖാമാർ യൂസേഫും 7 ജില്ലകളിൽ നിന്ന് 72 കുടുംബങ്ങളിൽ നിന്ന് 400ഓളം പേർ വൈദികരും ചെമ്മാശന്മാർ അൽമായ സഹോദരങ്ങളും കൊടുങ്ങല്ലൂർ വന്നപ്പോൾ എന്ത് സാഹസികമായ യാത്രയാണ് അവർ നടത്തിയത്. എത്ര പേരാണ് മരിച്ചു വീണത് ഇൻ ബിറ്റ്വീനിൽ. ഇന്നത് ഓഷ്യാനയിൽ, അമേരിക്കയിൽ, യൂറോപ്പിൽ, കാനഡയിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ. അപ്പോൾ ഒരിക്കലും ഇത് ദൈവനിശ്ചയമാണ്. അതായത് ഈ ഒരു പ്രത്യേക സമുദായം ഇവിടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഈ സമുദായം നിലനിൽക്കും. കാരണം അത് ദൈവനിശ്ചയമാണ്. അപ്പോൾ ആ ദൈവനിശ്ചയമായ കാര്യങ്ങളിൽ ഈ സമുദായം ഉറച്ചു നിൽക്കും, ഒന്നിച്ചു നിൽക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ദൈവനിശ്ചയമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ സമുദായത്തെ ആർക്കും തകർക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തയ്യാറാക്കുന്ന 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരങ്ങളെ, നമ്മുടെ സമുദായം ഇന്നൊരു വലിയ അഗ്നിപരീക്ഷയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായ നിയമവിധികളും പ്രതിസന്ധികളും നമ്മളെ ആഴങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ടാകാം. പലർക്കും ഇതൊരു വീഴ്ചയായി അല്ലെങ്കിൽ പരാജയമായി തോന്നിയേക്കാം. എന്നാൽ ഓർക്കുക, പരാജയമെന്നത് ഒരവസാനമല്ല, മറിച്ച് ദൈവകരങ്ങളെ രൂപപ്പെടുത്താനുള്ള ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് ചുറ്റും ഇരുൾ പടരുമ്പോൾ പ്രകൃതിയിലെ കൊച്ചു പക്ഷികളായ, നമുക്കറിയാം മെൽബണിൽ, ഫിലിപ്പ് ഐലൻഡിൽ ലിറ്റിൽ പെൻഗ്വിൻ നൽകുന്ന വലിയ ഒരു പാഠമുണ്ട്. ലിറ്റിൽ പെൻഗ്വിനുകൾ പകൽ മുഴുവൻ ആഴക്കടലിലാണ്. അവിടെ അവയെ വിഴുങ്ങാൻ സ്രാവുകളും കടൽ പക്ഷികളും കാത്തിരിക്കുന്നുണ്ടാവും. പലപ്പോഴും പരിക്കേറ്റും അവശരായും അവർ കരയിലേക്ക് അടുക്കുന്നു. പക്ഷേ കരയുടെ സുരക്ഷിതത്വത്തിലേക്ക് അവർ ഒരിക്കലും ഒറ്റയ്ക്ക് പോകാറില്ല. അവരൊരു റാഫ്റ്റായി കടൽ തീരത്ത് ഒത്തുചേരും. എല്ലാവരും ഒത്തുകൂടുന്നത് വരെ അവർ കാത്തിരിക്കും. ഒരാൾക്കും ഒറ്റയ്ക്ക് പോയി വിജയിക്കാനാവില്ല.
എന്ന വലിയ പാഠം അവർ പഠിപ്പിക്കുന്നു. നമ്മുടെ സമുദായത്തിൻ്റെ കരുത്തും ഒത്തൊരുമയിലുമാണ് ഈ വേദനയുടെ സമയത്ത് നാം ഓരോരുത്തരും പരസ്പരം താങ്ങാവണം. ബൈബിൾ വാക്യം സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9-10 വാക്കുകൾ: 2 പേർ ഒന്നിച്ചു നിൽക്കുന്നതാണ് ഒരുവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ നന്ന്. ഒരുവൻ വീഴുമ്പോൾ മറ്റവൻ അവനെ താങ്ങും. നമ്മുടെ സഭാപാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത് സിനഡാലിറ്റി അഥവാ ഒരുമിച്ച് നടക്കുക എന്ന വലിയ സത്യമാണ്. ഈ പ്രതിസന്ധിയുടെ സമയത്ത് പതറിപ്പോകാതെ കൈകോർത്ത് പിടിച്ച് മുന്നേറാനുള്ള വിളിയാണ് സമുദായത്തിലെ പിതാക്കന്മാർക്കും വൈദികർക്കും അൽമായർക്കും യുവതീവാക്കന്മാർക്കും കൊച്ചുകുട്ടികൾക്കും ഒരു മനസ്സായി പ്രിയമുള്ളവരെ നമ്മൾ നീങ്ങണം. ഒരു പെൻകിൻ പോലും വഴിയിൽ തളർന്നു പോകാതെ കൂട്ടം ചേർന്ന് അവരുടെ കൂടുകളിൽ എത്തുന്നതുപോലെ നമ്മുടെ സമുദായത്തിലെ അവസാന വ്യക്തിയെയും ചേർത്ത് പിടിച്ച് നമുക്ക് ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കാം. മനുഷ്യർ നൽകുന്ന വിധികൾക്കും വ്യാഖ്യാനങ്ങൾക്കും അപ്പുറം നമ്മുടെ പിതാവായ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. പരിഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഈ വാക്കുകൾ നമ്മുടെ ആത്മധൈര്യമാകട്ടെ. പുരാതന കാലം തൊട്ട് എത്രയോ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ജ്ഞാനായ പാരമ്പര്യം ഇന്ന് കാണുന്ന തലമുറ വരെ എത്തി നിൽക്കുന്നത്. അന്നത്തെ പ്രതിസന്ധികളെ കടന്നു പോകാൻ നമ്മുടെ പൂർവികർക്ക് സാധിച്ചെങ്കിൽ പ്രാർത്ഥനയിലൂടെയും ഐക്യത്തിലൂടെയും ഈ പരീക്ഷണത്തെയും നാം മറികടക്കും. നമുക്ക് മുറിവുകളുണ്ടാവാം, പരാജയ ഭീതിയുണ്ടാവാം. പക്ഷേ ജ്ഞാനായ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പതറാത്ത വിശ്വാസമാണ്. പെൻഗിനുകൾ സന്ധ്യാസമയത്ത് ഒരു വലിയ പരേഡായി തങ്ങളുടെ കൂടുകളിലേക്ക് സുരക്ഷിതരായി എത്തുന്നത് പോലെ നാമും ഒരുമിച്ച് പ്രത്യാശയോടെ മുന്നേറണം. നമ്മുടെ സമുദായത്തിൻ്റെ അടിത്തറ തന്നെ ഒരു വലിയ അതിജീവനത്തിൻ്റെ കഥയാണ്. ഗ്നായിത്തോമായുടെയും ഉറഹാമ യൂസേഫിൻ്റെയും നേതൃത്വത്തിൽ 72 കുടുംബങ്ങൾ കടൽ കടന്നത് വെറുമൊരു യാത്രയായിരുന്നില്ല. അതൊരു വിശ്വാസ പൈതൃകത്തിൻ്റെയും തനിമയുടെയും വിശ്വാസം സംരക്ഷിക്കുവാനുള്ള വലിയ ഒരു പ്രേക്ഷിത കുടിയേറ്റമായിരുന്നു, ഒരു പോരാട്ടമായിരുന്നു. അന്ന് ആഴക്കടലിലെ തിരമാലകളേക്കാൾ വലിയ പ്രതിസന്ധികൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ പ്രത്യാശ കൈവിടാതെ അവർ മുന്നേറി. ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധികളും ആ വലിയ ചരിത്രത്തിൻ്റെ മുന്നിൽ ചെറുതാണ്. ഒരു ജനതയെ തറക്കാൻ ഒരു വിധി പ്രസ്താവനയ്ക്കും കഴിയില്ലെന്ന് ബാബിലോണിൽ നിന്ന് തിരികെ വന്ന ഇസ്രായേൽ ജനം തെളിയിച്ചു. തകർച്ചയുടെ കാലം ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള സമയമാണ്. നിയമങ്ങളും സാഹചര്യങ്ങളും നമുക്കെതിരാകുമ്പോൾ വിട്ടുകൊടുക്കാതെ ഒരുമിച്ച് പോരാടിയാൽ നഷ്ടപ്പെട്ടവയെല്ലാം നമുക്ക് തിരികെ പിടിക്കാം. നമ്മുടെ പൂർവികർ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് കപ്പലിൻ്റെ കരുത്തുകൊണ്ടല്ല, മറിച്ച് തങ്ങൾ പിടിച്ചിരിക്കുന്ന തനിമയുടെയും വിശ്വാസത്തിൻ്റെയും കരുത്തുകൊണ്ടാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരുകയല്ല, മറിച്ച് ഉറച്ചു നിൽക്കുകയാണ് ജ്ഞാനായ പാരമ്പര്യം. കടൽ പിളർന്നത് മോശയ്ക്ക് വേണ്ടിയാണെങ്കിൽ ചരിത്രത്തിലെ ഓരോ കടമ്പകളും കടക്കാൻ നമുക്കും ദൈവം വഴിയൊരുക്കും. നമ്മുടെ തനിമ നമ്മുടെ അവകാശമാണ്. അത് സംരക്ഷിക്കാനുള്ള പോരാട്ടം സമാധാനപരവും എന്നാൽ ദൃഢവുമായിരിക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പൈതൃകം 2026 ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. താങ്ക് യു പിതാവേ. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമേകാൻ ഈ സമയം ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹർഷാരവങ്ങൾ അതിന് മറുപടിയാണ്. അടുത്തതായി പൈതൃകം 2026 ലാം ലൈറ്റിംഗ് സെറമണിയാണ്. 2026 പൈതൃകത്തിന്റെ ഔദ്യോഗിക തുടക്കത്തിനായി ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാ വ്യക്തികളോടൊപ്പം പിതാവിനെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഈ ലാമ്പിന്റെ ആദ്യത്തെ തിരിതെളിച്ച് പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നു. രണ്ടാമതായി മിസ്റ്റർ ബേബി ജോസഫ്, മൂന്നാമതായി മിസ്റ്റർ ജോസ് എബ്രാഹിം, നാലാമതായി ബാബു പരമ്പെടുത്തുമലയിൽ പ്ലസ് ജോസഫ് ചാക്കു, അഞ്ചാമതായി മിസ് സെലിൻ ജോസഫ് ആൻഡ് അലീന ലൂക്കോസ്. താങ്ക് യു. Please put your hands together for the
ഇനാഗ്രേഷൻ ഓഫ് പൈതൃകം 2026. ബേബി ജോസഫ്. നല്ല ഒരു കൈയടി കൊടുക്കാം. കഴിഞ്ഞ 6-7 മാസത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണിത് നിങ്ങൾ കാണുന്നത്. നല്ലൊരു കൈയടി. നിങ്ങൾക്ക് 2026 കൺവെൻഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഇതിൽ സന്തോഷവാന്മാരാണെങ്കിൽ നിറകൈകളോടെ ഈ ഉദ്ഘാടന സമ്മേളനം നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. നമ്മളോടൊപ്പമായിരിക്കുന്ന പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരഘോഷങ്ങൾ ഉയരട്ടെ. നമുക്ക് ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കായിത്വമൻ കൊടുങ്ങല്ലൂരിൽ എന്ന ആ പ്രതിജ്ഞ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ നിവർത്തി പിടിച്ച് ഈ പ്രതിജ്ഞ എല്ലാവരും ചൊല്ലുക. ജോസഫ് നമ്മളെല്ലാവരും എണീറ്റ് നിന്ന് നമ്മുടെ പ്രതിജ്ഞയെല്ലാം. കായിത്വമൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊടുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. കായിത്വമൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. കായിത്വമൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. താങ്ക് യു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ ബാബു പറമ്പടത്തുമലയിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദീർഘകാലം അധ്യാപകനായും പ്രധാന അധ്യാപകനായും അനുഷ്ഠിച്ച അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗത്ത് 31 വർഷത്തിലേറെ നീണ്ട പ്രവർത്തന പരിചയമുണ്ട്. നിലവിൽ കോട്ടയം അതിരൂപത ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് KCC പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം നമ്മുടെ സമൂഹത്തിന്റെ ആദരണീയനായ നേതാവാണ്. അദ്ദേഹത്തെ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഈ മഹാസംഗമത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന KCCO പ്രസിഡന്റ് ശ്രീ ജോസ് എബ്രഹാം, ചെയർമാൻ ശ്രീ ബേബി ജോസഫ്, ഉദ്ഘാടനം നിർവഹിച്ച അഭിമന്യ ജോസഫ് ഭണ്ഡാരശ്ശേരി പിതാവ്, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള KCCയുടെ ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട വൈദികർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പൈതൃകം 2026 എന്ന പേരിൽ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ഓഫ് ഓഷ്യാനയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സംഗമത്തിന് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് കോട്ടയം അതിരൂപതയുടെ പേരുള്ള എല്ലാവിധ അഭിനന്ദനവും ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, വിവിധ രാജ്യങ്ങളിൽ നിന്നായി വളരെ ദൂരം യാത്ര ചെയ്ത് ഇവിടെ ഇത്രയേറെ ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളത് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഇതുപോലെയൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ഇതിന് നേതൃത്വം കൊടുത്ത KCCയുടെ ഭാരവാഹികൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനവും നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആമുഖ പ്രസംഗത്തിൽ ഇൻട്രഡക്ഷൻ ടോക്ക് മുതൽ നമ്മുടെ ഷിനോയ് മഞ്ഞാങ്കൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അഭിമന്യ പിതാവ് ഉൾപ്പെടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം
വളരെ ആവേശത്തോടെ ഈ വേദിയിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാനിനി ഒരു വലിയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ പ്രോഗ്രാമിന് ഒരു ആശംസ നേരുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. തീർത്തും ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. 2 ദിവസം കഴിയുമ്പോൾ ഞായറാഴ്ച തന്നെ ഞാനിവിടുന്ന് തിരിച്ചു പോകും. അതായത് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ്സിന് ഓഷ്യാനയിലെ ഇവിടുത്തെ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ നേരാൻ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ ആശംസ മാത്രം നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊള്ളാം. ഇവിടെ ഈ പൈതൃകം സംഘടിപ്പിക്കുക വഴി നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും എല്ലാം നിലനിർത്തുന്നതിനും ഇത് വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും ഒരു പരിധിവരെ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പ്രോഗ്രാമിന് ശേഷം ഇവിടെ സംഘടിപ്പിച്ചുള്ള മത്സര പരിപാടികളൊക്കെ നമ്മുടെ പൈതൃകത്തെ വളർത്തുന്നതിന് സഹായകമായ ഐറ്റംസാണ്, പ്രോഗ്രാംസാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മുടെ ആളുകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ആളുകൾ പരസ്പരം ബഹുമാനത്തിലും സഹകരണത്തിലും വലിയ സ്നേഹത്തിലും എല്ലാ കാര്യത്തിലും സഹകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്രയേറെ ആളുകളെ ഇവിടെ ഈ വേദിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിർണായക ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അഭിമന്യ പിതാവ് ഇത്തരം കാര്യങ്ങളെല്ലാം പരാമർശിച്ചു കഴിഞ്ഞു. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇതുപോലെ പല പ്രതിസന്ധികളും തരണം ചെയ്തു തന്നെയാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷമാവസ്ഥയും 100% മറികടന്ന് ജ്ഞാനായ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ കോട്ടയം അതിരൂപതാ നേതൃത്വം ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി ആലോചിക്കാവുന്ന എല്ലാ മേഖലകളിലും വിവിധ തലങ്ങളിൽ ആലോചനകൾ എടുത്ത് കൂടുതൽ ചിട്ടയോടെ സുപ്രീം കോടതിയെ സമീപിച്ച് ഈ കേസ് വിജയിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് ഉത്തമ ബോധ്യം എനിക്കുമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹവും ഐക്യവുമൊക്കെ വീണ്ടെടുത്ത് അഭിമന്യ പിതാക്കന്മാരും വൈദികരുമൊക്കെ നമ്മളുടെ തന്നെ ഭാഗമാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ലോകത്താകമാനമുള്ള ജ്ഞാനായ കത്തോലിക്കർ ഒരേ കുടക്കീഴിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമുദായത്തിന് നിലനിൽപ്പുള്ളൂ. മറിച്ച് നാം പരസ്പരം വിഘടിച്ച് നമ്മൾ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ നാശത്തിന് കാരണക്കാരാകരുതേ എന്ന് വളരെ വിനയപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നപ്പോൾ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമ്മുടെ ആളുകൾ ഈ കഴിഞ്ഞ 23-ാം തീയതി കേട്ട മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിനും ഞങ്ങൾക്ക് നല്ല ഒരു വരവേൽപ്പ് നൽകി ഞങ്ങളെ സ്വീകരിച്ച ഇതിൻ്റെ ഭാരവാഹികളെയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ ബാബു സാർ. സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് നമ്മൾ മറ്റ് പരിപാടികൾ ഇവിടെ ചുരുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി വോട്ട് ഓഫ് താങ്ക്സിലേക്ക് അടക്കുകയാണ്. ഔദ്യോഗികമായി നന്ദി പ്രകാശിക്കാനായി SKCAയുടെ മാണിക്യം KCCOയ്ക്ക് ഞങ്ങൾ ലോൺ നൽകിയ ഞങ്ങളുടെ പ്രിയമുത്ത് മിസ്റ്റർ ജിജോമോൻ തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരായ വേദിയുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ പുണ്യസന്ധ്യയെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ ഇതൊരു സാധാരണ സംഗമമല്ല. നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മഹത്തായ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ
അത് വിശ്വാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കുടിയേറ്റത്തിൻ്റെയും ഒരു ദീർഘയാത്രയാണ്. വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ പൂർവികർ എടുത്ത ധീരമായ തീരുമാനങ്ങളും അന്യദേശങ്ങളിൽ ജീവിതം പടുത്തുയർത്തി അവരുടെ അർപ്പണബോധവും ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ആ ആത്മാവാണ് ഇന്നും നമ്മളിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓഷ്യാന ക്നാനായ കൺവെൻഷൻ പോലുള്ള വേദികൾക്ക് അത്രയും വലിയ പ്രാധാന്യമുള്ളത്. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാസംഗമം വെറും ഒരു സംഗമമല്ല, നമ്മുടെ ഒത്തൊരുമയുടെ അടയാളവും സംസ്കാരവും വിശ്വാസവും അടുത്ത തലമുറകളിലേക്ക് കൈമാറാനുള്ളൊരു ശക്തമായ പാലവുമാണ്. നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ട ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ വിശ്വാസവും സംസ്കാരവും പാരമ്പര്യവും പൈതൃകവുമാണ്. ഈ മഹത്തായ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത്. നാളെയുടെ തലമുറകൾക്കൊരു മാതൃകയായത് മാറട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. ഇപ്പോൾ ഈ മഹത്തായ സംഗമത്തിൻ്റെ ആദ്യ ദിനം സമാപിക്കുന്ന ഈ അവസരത്തിൽ നന്ദിയുടെ ചില വാക്കുകൾ രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഈ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ച നിമിഷം മുതൽ തന്നെ പലവിധ വെല്ലുവിളികളും പ്രതിസന്ധികളും നമ്മൾ നേരിട്ടു. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യവും കൃപയും കൊണ്ടാണ് ഈ മഹാസമ്മേളനം വിജയകരമായി ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചത്. അതിനായി ദൈവത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഈ കൺവെൻഷൻ്റെ നേതൃത്വം ഏറ്റെടുത്ത KCCA പ്രസിഡന്റ് ജോസ് എബ്രഹാം, കൺവെൻഷൻ ചെയർമാൻ ശ്രീ ബേബി, അവരുടെ പരിചയസമ്പത്തും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ഈ വിജയത്തിൻ്റെ ശക്തമായ അടിസ്ഥാനമാണ്. അവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായ കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സമുദായത്തോടുള്ള പിതാവ് സാന്നിധ്യത്തിലൂടെ ലഭിച്ച പ്രാർത്ഥനകളും സ്നേഹവും ആശീർവാദവും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വലിയ ശക്തിയും ആത്മവിശ്വാസവും നൽകുന്നതാണ്. ഈ സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ക്നാനായ കാത്തലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ബാബു സാറിന് നാട്ടിലെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പൈതൃകം 2026 ഇവിടം വരെ എത്തിച്ചത്. ഈ മഹാസമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന സിഡ്നി ക്നാനായ അസോസിയേഷനോടും ഓഷ്യാനയിലെ പ്രസിഡന്റുമാരോടും നാഷണൽ കൗൺസിൽ അംഗങ്ങൾക്കും 2026 പൈതൃകം വിജയകരമാക്കാൻ നൽകിയ അമൂല്യമായ പരിശ്രമങ്ങൾക്ക് പ്രത്യേക നന്ദി. ഓഷ്യാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ക്നാനായ സഹോദരിമാരോടും സഹോദരങ്ങളോടും കുഞ്ഞുമക്കളോടും നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളില്ലാതെ ഈ കൺവെൻഷൻ എന്ത് വിജയം! ഈ മഹത്തായ കൺവെൻഷൻ്റെ വിജയത്തിന് പിന്നിൽ അശ്രാന്തമായി പ്രവർത്തിച്ച നിരവധി സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. വിവിധ സബ് കമ്മിറ്റികളിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും സമർപ്പണവും അധ്വാനവും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇവരുടെ കൃത്യമായ ആസൂത്രണവും സമർപ്പിത സേവനവും ഈ കൺവെൻഷനെ അതുല്യ വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഓരോ ചെറിയ കാര്യവും വരെ ശ്രദ്ധാപൂർവം നിർവഹിച്ച് അവരുടെ ആത്മാർത്ഥതയ്ക്കും സമർപ്പണത്തിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. അതുപോലെ അവരുടെ തിരക്കേറിയ ജീവിതത്തിനിടയിലും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകി അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹപൂർണ്ണമായ നന്ദി. ഈ മഹാസമ്മേളനം വിജയകരമാക്കുന്നതിൽ നമ്മുടെ സ്പോൺസർമാരുടെ പങ്ക് അതീവ നിർണായകമാണ്. സാമ്പത്തികമായും മാനസികമായും പിന്തുണ നൽകി നമ്മോടൊപ്പം നിന്ന് എല്ലാ മനസ്സുള്ള സ്പോൺസർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ ഈ സഹായം നമ്മുടെ സമൂഹത്തോടുള്ള സ്നേഹത്തിൻ്റെ തെളിവും ഭാവി തലമുറകളുടെ ഉത്തരവാദിത്തത്തിൻ്റെ അടയാളവുമാണ്. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെയും സംരംഭങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഈ കൺവെൻഷൻ നമ്മെ കൂടുതൽ ഐക്യത്തിലേക്കും ആത്മീയ വളർച്ചയിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. നന്ദി. താങ്ക് യു ജിജോ ചേട്ടാ. ഒരു കാര്യം എനിക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെയും സിഡ്നിയിൽ പൈതൃകം നടത്താൻ പല ശ്രമങ്ങളും നടന്നിരുന്നുവെങ്കിലും താമസ സൗകര്യങ്ങളും അനുയോജ്യമായ ഒരു വേദിയും ലഭിക്കാത്തത് വലിയൊരു തടസ്സമായിരുന്നു. പക്ഷേ ആ ഒരു തടസ്സം മാറ്റാൻ വലിയൊരു പങ്ക് വഹിച്ച ജിജോ ചേട്ടനാണ്. അതുകൊണ്ട് ജിജോ ചേട്ടന് വലിയൊരു കയ്യടി കൊടുക്കേണ്ടതാണ് എല്ലാവരും. നിങ്ങളൊക്കെ ക്ഷീണിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന കലാവിരുന്നുകളുടെ സമയമാണ്. അപ്പം നമ്മൾ ഒട്ടും താമസിക്കാതെ മനോഹരമായ ഒരു വെൽക്കം ഡാൻസ്, അത് കഴിഞ്ഞ് ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസ് ക്ന മത്സരം, കൂടാതെ ആവേശം വിതറാൻ ചെണ്ടമേള മത്സരവും ഇവിടെ അരങ്ങേറുന്നതാണ്.
ഒരു കാര്യം പ്രത്യേകം അറിയിക്കാനുള്ളത്, മിസ്റ്റക്ന ആൻഡ് മിസ്ന മത്സരം ആൻഡ് ചെണ്ടമേളം വിൽ ബി ഡൺ ഓൾട്ടർനേറ്റീവ്ലി. അപ്പം അതൊന്നും മിസ്സാകാതെ നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് മാത്രമേ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുള്ളൂ. നിങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ നമ്പരും നിങ്ങളുടെ റൂമിൻ്റെ നമ്പരും നമ്മൾ അതാത് ഹോട്ടലുകളിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞ് അതാത് ഹോട്ടലിൽ നിന്ന് മാത്രമേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുള്ളൂ. ബാക്കി ഫുഡ് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് മാത്രം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വലിയ സംഗമം സാധ്യമാക്കാൻ ഞങ്ങളെ സഹായിച്ച നമ്മളുടെ പ്രിയപ്പെട്ട